നമ്മളിന്നൊരു ആറ്റുമീൻ വറക്കാൻ പോവുകയാണേ. ഇതെന്തോന്നറിയാമോ? കൂരൽ. ഇത് കൂരൽ എന്ന് പറഞ്ഞ മീനാണ്. അപ്പം ഇത് ആറ്റുകരട്ടി, ചെമ്പല്ലി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മളിന്ന് വറക്കാനായിട്ട് ഞാൻ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ. ഞാനിത് വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇത് മുറിക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റില്ല, മുറ്റത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മുടെ ഫോൺ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണേ, അല്ലേ ഞാനിത് വെട്ടുന്ന കാണിച്ചേനെ. ഇതിൻ്റെ നടുക്കൂടെ നല്ലൊരു മുള്ളുണ്ട്, സൂക്ഷിച്ച് വരഞ്ഞില്ലേ കയ്യിലെല്ലാം കയറും. അപ്പം ഞാൻ ആ കൂരൽ എന്ന് പറഞ്ഞ മീനെ മുറിച്ച് കഷ്ണമാക്കി വരഞ്ഞ് അരപ്പ് തേക്കാം. എന്താണെന്ന് വെച്ചാലേ എല്ലാവർക്കും ഓരോ കഷ്ണം കിട്ടാം. പിന്നെ അപ്പോൾ ഇത് ഇന്നലെ കിട്ടിയ മീനാണ്. ഞാനപ്പോൾ ഇന്ന് രാവിലെ അന്നേരം വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അപ്പം ഞാനതിനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉള്ളി, 3-4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു കുറച്ച് കുരുമുളക്, ഒത്തിരി എരി വേണ്ട, അവന്മാർക്കൂടെ വേണം, അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പില, പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇപ്പോൾ 3 മീനല്ല ഉള്ളൂ. അരപ്പ് അഥവാ അധികം വന്നാൽ ഞാനതെടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കുവേ. ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കൂടി ഇടുന്നുണ്ട്, ഗരം മസാല. അപ്പം അതും കൂടി ഇട്ട് ഞാൻ ഗരം മസാല എന്ന് വെച്ചാൽ പെരുംജീരകം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം നല്ലതായിട്ട് അരച്ചപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അരച്ചായിരുന്നേ, എന്നാലേ ഇതുപോലെ നല്ലതായിട്ട് അരയ്ക്കത്തുള്ളൂ. മസാലയൊക്കെ എടുത്തപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതേ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല, കയ്യിലെല്ലാം അങ്ങ് മുള്ളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ നന്നായിട്ട് മീനിലെല്ലായിടവും മസാല നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം. കണ്ടോ? അപ്പം നമുക്കൊരു ചെറിയ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വെച്ച് വറുത്ത് കോരിയെടുക്കാം. ഇതാകുമ്പോൾ അടിക്ക് പിടിക്കത്തില്ല ഈ ചട്ടിയാകുമ്പോൾ. അപ്പം നമുക്ക് 2 മീൻ വെച്ച് ആദ്യം നമ്മുടെ ആറ്റുകരട്ടിയെ വറുത്ത് കോരാം. ഇവിടെ ആണെങ്കിൽ എൻ്റെ പുത്രന് മീനായാലും ചിക്കനായാലും ഉണക്കമീനായാലും എന്ത് വറുത്താലും കരിഞ്ഞിരിക്കണം, അങ്ങനെ കഴിച്ചുകൂടാ. പക്ഷെ എന്നാലും അവനങ്ങ് മൂക്കണം, നല്ലതായിട്ട് മൊരിയണം. അപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കരിമീൻ്റെയൊക്കെ ഒരിതില്ലേ, കൂട്ടുമ്പോഴും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ഈ മീനുകൾ, ആറ്റുമീൻ, കായൽ മീൻ, തോട്ടുമീൻ, വരാൽ, മുഷി, അങ്ങനെയൊക്കെയുള്ള മീനില്ലേ, അതൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും കേട്ടോ. കഴിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇതൊന്നും ഞാൻ വെന്താ കഴിക്കത്തില്ല. പക്ഷേ അരപ്പ് വരട്ടുന്നുണ്ടെങ്കിൽ അരപ്പ് ഉപ്പുണ്ടോയെന്ന് ഇങ്ങനെ തൊട്ട് നോക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പച്ച മീനിൽ ഉപ്പുണ്ടോയെന്ന് നോക്കുന്നത്. എന്നെ ഇവിടെ കളിയാക്കും, മീൻ വെന്താ കഴിക്കത്തില്ല, ഉപ്പുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുമെന്ന്. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ സ്റ്റൈല്. നമ്മുടെ മീനെല്ലാം നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു ചെറിയ രീതി ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു സവാളയൊക്കെ അരിഞ്ഞ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.